ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ക്ലാസ്സുകൾ കുറച്ച് ദിവസം ഡിലേ ആയിട്ടാണ് ഇപ്പം ഇന്നത്തെ ക്ലാസ് വരുന്നത്. കുറച്ച് തിരക്കുകൾ പെട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ സ്റ്റെബിലൈസറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ റെഫ്രിജറേറ്ററിനും മറ്റും എല്ലാത്തിനും ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസർ ഉണ്ടല്ലോ. ആ സ്റ്റെബിലൈസറിൽ അതിലെ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് എങ്ങനെയാണ് ഒരൊറ്റ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ലോ വോൾട്ടേജിനും ഹൈ വോൾട്ടേജിനും സ്റ്റെപ്പ് അപ്പ് ആയിട്ടും സ്റ്റെപ്പ് ഡൗൺ ആയിട്ടും അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അല്ലാതെ അതിന്റെ സർവീസിംഗ് അത് മറ്റു ഭാഗങ്ങളിലേക്കല്ല, പൊതുവെ സർവീസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ പൊതുവെ വരാനുള്ള ഒരു സംശയമാണ്. അതിലെ ഒറ്റ ട്രാൻസ്ഫോമറേ ഉള്ളൂ, ആ ട്രാൻസ്ഫോമർ കൊണ്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത്. അതിന്റെ വൈൻഡിങ്ങും കണക്ഷനും കണ്ടാൽ തന്നെ കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിന്റെ കൂടെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മഞ്ചേരി ഇമേജ് മൊബൈൽസ് ഒരു ചെറിയൊരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. മഞ്ചേരിയിലുള്ള ഇമേജ് എന്ന് പറയുന്നത് മഞ്ചേരി, പെരിന്തൽമണ്ണ, മലപ്പുറം ഇങ്ങനെ ഒരുപാട് ഏരിയകളിൽ ഷോപ്പുകളുണ്ട്. ഇമേജ് മൊബൈൽസ്, മൊബൈൽ ഫോൺ, അതുപോലെ മൊബൈൽ ഫോൺ ആക്സസറീസ്, കമ്പ്യൂട്ടർ ആക്സസറീസ് ഒക്കെയുള്ള ഒരു ഷോപ്പാണ്. ഒരു ഷോപ്പ് എന്നല്ല, ഒരുപാട് ഷോപ്പുകളാണ്. അപ്പൊ അതിലെ ഭാഗമായിട്ടുള്ള മഞ്ചേരിയിലുള്ള ഇമേജ് മൊബൈൽസ് ആണ് നമുക്ക് ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിട്ടുള്ളത്. അവർ യൂട്യൂബേഴ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഭാഗം, അതിന്റെ കൂട്ടത്തിൽ അവരുടെ ഒരു പരസ്യം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു മൊബൈൽ ഫോണോ ഐഫോണോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ മാത്രമല്ല, വേറെ ഒരുപാട് ആൾക്കാരുടെ യൂട്യൂബ് ചാനൽ വഴിയും ഇങ്ങനെ ഗിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിത് എന്തായാലും ഒരു പവർ ബാങ്ക് എങ്കിലും എനിക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം ചെറിയൊരു ഗിഫ്റ്റ് തന്നെ ഉണ്ടാവും. ആ ഗിഫ്റ്റ് ഈ ചാനൽ ഷെയർ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണോ നമുക്കത് ഇവിടുന്ന് അറിയാൻ പറ്റും, യൂട്യൂബ് സ്റ്റുഡിയോ വഴി അറിയാം ആരൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നറുക്കെടുത്തിട്ട് ഒരാൾക്കാണ് ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ആ ഗിഫ്റ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ആർക്കാണ് എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉടൻ തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലെ ടോപ്പിക്കിലേക്ക് കിടക്കാം. മറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, ഇതിന്റെ സ്റ്റെബിലൈസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സ്റ്റെബിലൈസറിന് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറും ഒരു ബോർഡും കാണാം. അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ തന്നെ ഒരു പ്രത്യേക ടൈപ്പാണ്. ഇവിടെ ഒരു ഐസൊലേഷൻ ഒന്നുമില്ലാന്ന് വേണമെങ്കിൽ പറയട്ടെ. നമുക്ക് ഇവിടെ ഇതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഐസൊലേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ 1-2 റിലേകൾ വെച്ചിട്ടുണ്ട്. 3 റിലേ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. പഴയ മോഡലാണെങ്കിൽ സാധാ വലിയ റിലേകളൊക്കെ ആണെങ്കിൽ, ഇത് PCB ടൈപ്പ് റിലേ ആണ്. വലിയ റിലേ ആണെന്നുണ്ടെങ്കിൽ 2 റിലേകളെ ഉണ്ടാവുള്ളൂ. എന്തായാലും അതിന്റെ കണക്ഷൻസുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇനി ആദ്യം അതിനു മുമ്പ് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാം. നമുക്കിവിടെ വരുന്ന വയറുകൾ, ഇവിടെ AC ഇതുവഴി വരും, ഈ പ്ലഗ് വഴി AC വരും. AC വന്നു കഴിഞ്ഞാൽ അതിന്റെ ന്യൂട്രല് ഇവിടെ നേരെ ഒരു ന്യൂട്രൽ വയർ ട്രാൻസ്ഫോമറിലേക്ക് പോയി. ന്യൂട്രലിലെ അടുത്ത വയർ നേരെ ഇവിടെ വന്നിട്ട് ഈ പ്ലഗിലേക്കും പോയിട്ടുണ്ട്. അത് പ്ലഗിലേക്ക് ഇവിടേക്ക് ന്യൂട്രലിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വരുന്നതിനുള്ള ന്യൂട്രൽ ഡയറക്റ്റ് കൊടുത്തു. അതുപോലെ തന്നെ ന്യൂട്രലിലെ ഒരു വയർ ട്രാൻസ്ഫോമറിലേക്കും പോയി. ഇനി ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഫേസ് കിട്ടണമല്ലോ. ഫേസ് ഇവിടുന്ന് നേരെ ഈ ഓറഞ്ച് വയറാണ്. ഈ ഓറഞ്ച് വയർ ഇവിടുന്ന് ഈ റിലേ എന്നാ വരുന്നത്. അപ്പൊ ഈ റിലേ ഓൺ ആയാലാണ് ഫേസ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഇനി ഇതിൽ നിന്ന് വരുന്ന ഫേസ് നേരെ ഈ വയർ വഴി ഇങ്ങോട്ട് വന്നു ട്രാൻസ്ഫോമറിലേക്ക്. അത് അടുത്തത് നേരെ ട്രാൻസ്ഫോമറിൽ നിന്ന് ഇങ്ങോട്ടും വന്നു. ഇതാണ് ഇവിടെയുള്ള സ്ട്രക്ചർ. പിന്നെ ട്രാൻസ്ഫോമറിൽ നിന്നും ഇവിടുന്ന് 3 വയറുകൾ ഇങ്ങോട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും 3 വയറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കണക്ഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ബേസിക് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ ഇതിലേക്ക് ഒരു ട്രാൻസ്ഫോമറിനെയാണല്ലോ പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടത്. അതിന്റെ സ്ട്രക്ചറിനെ നമുക്കൊന്ന് വരച്ചെടുക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിലേക്ക് നേരെ AC വരുന്നുണ്ട്. ഇവിടെ ഫേസും അതുപോലെ തന്നെ ന്യൂട്രലും. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ ഇവിടെ ഒരു വൈൻഡിങ് ഉണ്ട്, ഇവിടെ മറ്റൊരു വൈൻഡിങ് ഉണ്ട്. ഈ വൈൻഡിങ്ങിൽ 3 വയറുകളുണ്ട്. ഈ വൈൻഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഒരു യെല്ലോ വയറും ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊന്ന് ബ്ലൂ വയറും ഉണ്ട്. ഇങ്ങനെ 2 വയറുകളാണ് കണ്ടത്. ഇനി ഒരു റെഡ് കൂടെ അതിലേക്ക് വരുന്നുണ്ട്. റെഡിനെ ഇവിടെ ഒരു കോമൺ വയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. റെഡ് ഇതിലേക്കുള്ള റെഡ് തന്നെയാണ്. ഇവിടേക്ക് വരുന്ന ഫേസ് ആണ് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിലൊന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ ഒരു 2 ജോയിന്റ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലേക്ക് കണക്ഷൻ ഇല്ല. ഈ ട്രാൻസ്ഫോമറിൽ ഇത് ഇവിടെ വരെ വന്ന് നിന്നു, ഫേസ് ഇവിടെ എത്തി. ഇവിടുന്ന് ഫേസ് ഇങ്ങനെ വന്നിട്ട് AC കോഡിൽ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ നേരെ ഇങ്ങോട്ട് പോരുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലേക്ക് ഇവിടുന്ന് വൈൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. എന്നാൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഈ റെഡ് ആണ് ഫേസ് ആയിട്ട് ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലേക്ക് കിട്ടുന്നത്. ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലേക്ക് ഇത് ഉണ്ടോ, ഈ വരുന്ന റെഡും ഈ റെഡും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്.
ജോയിൻ ചെയ്ത് നേരെ ഇങ്ങോട്ട് കിട്ടി. അപ്പോൾ ഇതിലേക്ക് ഫേസും കിട്ടി, ഇവിടെ നിന്നുള്ള ന്യൂട്രലിനും കിട്ടി. അത്രയും കണക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി അതിൽ നിന്ന് വരുന്ന മറ്റ് 2 വൈൻഡിങ്ങുകൾ ഒന്ന് യെല്ലോയും ഒന്ന് ബ്ലൂ ആണ്. പിന്നെ ഇവിടെ വേറെ കുറച്ച് വൈൻഡിങ് വരുന്നുണ്ട്. അത് അതിലുള്ള ബോർഡ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വൈൻഡിങ് മാത്രമാണ്. അപ്പൊ നമുക്കിനി ഇതിലുള്ള യെല്ലോയും ബ്ലൂയും ആ 2 വൈൻഡിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ യെല്ലോനെയും ബ്ലൂവിനെയും നമുക്ക് ബോർഡിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 2 വൈൻഡിങ്ങുകൾ ഉണ്ട്, യെല്ലോ ഉണ്ട്, അതുപോലെ യെല്ലോയും ഉണ്ട്, ബ്ലൂ ഉണ്ട്. അതിനെ രണ്ടിനെയും നമ്മൾ ഇനി ബോർഡിൽ നിന്നൊന്ന് ഊരിയെടുക്കുകയാണ്. ഊരിയെടുക്കുന്നത് നമുക്കൊരു വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോർഡിൽ വെച്ചിട്ട് നമുക്കിത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഇതിന്റെ പ്രവർത്തനം മനസ്സിലാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഇപ്പൊ ഞാനിവിടെ 2 വയറിനെ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. AC തന്നെയാണല്ലോ വരിക, ട്രാൻസ്ഫോമർ അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 17 വോൾട്ടോ 18 വോൾട്ട് റേഞ്ചിൽ. ഓക്കെ, ഒരു 17 വോൾട്ട് അല്ലെങ്കിൽ 18 വോൾട്ടാണ് ഇപ്പൊ ഇവിടെ വരുന്നത്. അപ്പൊ ഒരു 17 അല്ലെങ്കിൽ 18 വോൾട്ടിന്റെ ഒരു വൈൻഡിങ് ആണ് ഇത്. ഇനി ഈ വൈൻഡിങ്ങിനെ വെച്ചിട്ടാണ് ഇവിടെ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം ആ ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി വോൾട്ടേജിന്റെ നേരെ ഇൻവേഴ്സ് ആണ് സെക്കൻഡറിയിൽ വരിക. അതായത് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇതിൽ ഫേസ്, ഇത് ന്യൂട്രൽ, ഇതിലൂടെ ഇങ്ങനെയാണല്ലോ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അതേസമയം ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ നേരെ ഓപ്പോസിറ്റ് ലെവലായിരിക്കും. അതായത് ഇവിടുത്തെ കറണ്ട് ഫ്ലോ നമുക്ക് ഇത്തരത്തിലാണ് കിട്ടുക. ഇത് ഫേസ്. ഇപ്പൊ ഈ ഫേസിൽ പ്ലസ് ആവുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്ത്, ഇപ്പൊ ഫേസിന് ഈക്വൽ ആയിട്ടുള്ള ഭാഗമാണെന്ന് കരുതുക, ഈ ഭാഗത്ത് മൈനസും ഈ ഭാഗത്ത് പ്ലസും ആയിരിക്കും. അടുത്തത് ഇവിടെ മൈനസ് ആയി, അതായത് ഫേസിൽ നെഗറ്റീവ് ആയ സമയത്ത് ഈ ഭാഗം പോസിറ്റീവും ഈ ഭാഗം നെഗറ്റീവ് ആവും. നേരെ ഇൻവേഴ്സ്, ഇവിടെ കൊടുക്കുന്ന സിഗ്നലിന് നേരെ ഓപ്പോസിറ്റ് സിഗ്നലാണ് ഇവിടെ കിട്ടുക. ഇനി ഇവിടെ സർക്യൂട്ടിൽ നമുക്കൊരു ചെറിയ ചേഞ്ചസ് ചെയ്ത് നോക്കാം. ഈ വരുന്ന ഫേസിനെ നേരെ ഈ ഒരു വയറിലേക്ക് എടുത്ത് കൊടുത്തു കരുതുക. ആ വയറിലേക്ക് എടുത്തിട്ട് ഇത് ഔട്ട്പുട്ടായിട്ട് ഉപയോഗിച്ചു. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ ഇപ്പൊ ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ എന്ന് കരുതുക. ഇവിടെ ഫേസ് വരുന്ന, ഇവിടെ പോസിറ്റീവ് വരുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. ഇങ്ങനെയാണ് ഈ സർക്യൂട്ടിന്റെ അവസ്ഥ എന്ന് കരുതിക്കോളൂ. ഇങ്ങനെയാണ് ഈ സർക്യൂട്ടിന്റെ അവസ്ഥ എന്നുണ്ടെങ്കിൽ ഈ വൈൻഡിങ്ങിന്റെ കണ്ടീഷൻസ് ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വന്ന വോൾട്ടേജ്, ഇപ്പൊ ഇവിടെ ഒരു 200 വോൾട്ട് വന്നു. ഈ 200 വോൾട്ട് പ്ലസിനെ നമ്മൾ എടുത്തു കൊടുക്കുന്നത് ഇവിടത്തെ ഈ പ്ലസിലേക്കാണ്, അടുത്ത വോൾട്ടേജിന്റെ പ്ലസിലേക്ക്. എന്നിട്ട് അതിന്റെ നെഗറ്റീവിനെയാണ് നമ്മൾ ഔട്ടായിട്ട് എടുക്കുന്നത്. അങ്ങനെ ഔട്ടായിട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വോൾട്ടേജും ഇവിടെയുള്ള വോൾട്ടേജും കൂടി ക്യാൻസൽ ആയി പോകും. അതായത് ഇവിടുത്തെ വോൾട്ടേജിൽ നിന്ന് ഇവിടുത്തെ വോൾട്ടേജ് കുറച്ചിട്ട് ബാക്കിയേ ഇവിടെ കിട്ടുള്ളൂ. അത് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഇതൊരു അഡാപ്റ്ററിന്റെ വയറാണ്, ഒരു 12 വോൾട്ടിന്റെ അഡാപ്റ്റർ. നമുക്ക് ആദ്യം ഈ വയറിലെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വയറിൽ ഞാനിവിടെ ഈ കെട്ടിട്ട് വെച്ച ഭാഗമുണ്ട്, ഇത് അതിന്റെ പോസിറ്റീവാണ്. ഇവിടെ മൾട്ടിമീറ്റർ പോസിറ്റീവ് പ്രോബ് വെച്ചു, ഇവിടെ നെഗറ്റീവ് പ്രോബ് വെച്ചു. എന്നിട്ട് നമുക്ക് ഇവിടെ വരുന്ന വോൾട്ടേജ് എത്രയാണെന്നുള്ളതൊന്ന് മെഷർ ചെയ്യാം. ഇവിടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വോൾട്ടേജ് കാണിക്കും. 12 വോൾട്ടിൻ്റെ ആയതുകൊണ്ട് ഇവിടെ കറക്റ്റ് 12 വോൾട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബാറ്ററി എടുത്തു. ഇതൊരു 1.5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 1.5 വോൾട്ട് ഉണ്ട്. ഈ ബാറ്ററിയുടെ പ്ലസ് ഈ വരുന്ന വയറിലെ പ്ലസ്സിലേക്ക് കൊടുക്കുകയാണ്, നേരത്തെ ചെയ്ത അതേപോലെ. ബാറ്ററിയുടെ മൈനസിൽ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ മൈനസും വെച്ചു, നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി. സോറി, മൈനസ് അല്ല, പ്ലസ് വെച്ചു ബാറ്ററിയിൽ നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ. ഇനി അടുത്ത ഈ നെഗറ്റീവിൻ്റെ വയറിൽ നെഗറ്റീവും കൊണ്ടുപോയി വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ 10.7 വോൾട്ട്. ആ 1.5 ഇതിൽ ഈ ബാറ്ററി ഇവിടെ ഉള്ളതുകൊണ്ട് 1.5 വോൾട്ട് ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈ വരുന്ന പോസിറ്റീവിനെയാണ് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുത്തത്. അതോടുകൂടി അതവിടെ ക്യാൻസലായിട്ട് പോയി ആ വോൾട്ടേജ്. ഇവിടെ അത് തന്നെ സംഭവിക്കുക. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് ഇങ്ങനെ വരുന്നതോടുകൂടി ഇവിടുത്തെ വോൾട്ടേജിൽ നിന്ന് ഇവിടെയുള്ള വോൾട്ടേജ് ക്യാൻസൽ ചെയ്ത് ബാക്കി വോൾട്ടേജാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞുതരാം. അഥവാ ഇൻപുട്ടിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഇവിടെ വൈൻഡിങ്ങിലുള്ള വോൾട്ടേജും കൂടുമല്ലോ. അപ്പോൾ ഇവിടെ വന്ന വോൾട്ടേജിൽ നിന്ന് ഇവിടെ വന്ന കൂടിയ വോൾട്ടേജ് ഉണ്ടല്ലോ, അത് തമ്മിൽ ക്യാൻസലായി പോകും. എക്സാമ്പിളായിട്ട് 230 വോൾട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് 20 വോൾട്ടാണെന്ന് കരുതിക്കോളൂ. ഇവിടുത്തെ വോൾട്ടേജ് 230 എന്നുള്ളത് കൂടി ഇവിടെ ഇപ്പോൾ ഒരു ഏകദേശം
ഒരു കുറച്ച് വോൾട്ടേജ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു 250 ആയി എന്ന് കരുതിക്കോളൂ. 250 ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വോൾട്ടേജ് കൂടിയുണ്ട്. ഇവിടുത്തെ വോൾട്ടേജ് ഇപ്പോൾ നമുക്കൊരു ഏകദേശം കണക്കെടുക്കാം. വൈൻഡിങ്ങിനനുസരിച്ച് മാറ്റങ്ങൾ വരും. വൈൻഡിങ്ങിൻ്റെ കറണ്ട് കൂടി അവിടെ റിലേറ്റഡ് ആണ്. നമുക്ക് ഡയറക്റ്റ് ഡബിൾ എന്നുള്ള തരത്തിലൊന്നും ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു 30 വോൾട്ട് തന്നെ ഉണ്ടായെന്ന് കരുതിക്കോളൂ. 30 വോൾട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 30 വോൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൈൻഡിങ്ങിൽ കേട്ടോ, ഈ യെല്ലോ വൈൻഡിങ്ങിലും ഇതിലൂടെ ആയിട്ട് 30 വോൾട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 250 മൈനസ് 30 220 വോൾട്ടാണ് കിട്ടുക. അതായത് ഈ വോൾട്ടേജിൽ നിന്ന് ഇവിടെയുള്ള വോൾട്ടേജ് കുറച്ചിട്ട് ബാക്കി 220 വോൾട്ടിന് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ വോൾട്ടേജ് കുറഞ്ഞില്ലേ, ഈ വൈൻഡിങ് വഴിയായപ്പോൾ വോൾട്ടേജിനെ കുറക്കാൻ പറ്റി. ഇപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ആണ്. ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അതിനെ കുറക്കാനുള്ള സംവിധാനം. ഇനി ലോ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ട്രാൻസ്ഫോമർ ഒന്ന് ഞാൻ മാറ്റി വരച്ചു. ഇതേ ട്രാൻസ്ഫോമർ തന്നെ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ബ്ലൂ ഉണ്ട്. ഇവിടെ പ്ലസ് ആവുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും പ്ലസ്, ആ സമയം ഇവിടെ മൈനസ് ആകരം. ഇനി നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഈ പ്ലസ്സിൽ നിന്നുള്ള വയറിനെ നേരെ എടുത്തിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്തു മൈനസിലേക്ക്. ഈ വയറാണ് ഇവിടെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. നമുക്കത് നേരത്തെ ചെയ്ത എക്സ്പെരിമെൻറ്റ് തന്നെ നോക്കാം. ഇവിടെ നമുക്ക് ബാറ്ററി ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്. പവർ സപ്ലൈയിൽ വരുന്ന വോൾട്ടേജ് 12 ആണ്. ആ 12ലേക്ക് നമ്മളൊരു ബാറ്ററിയെ വീണ്ടും കണക്ട് ചെയ്യാൻ പോകണം. നേരത്തെ കണക്ട് ചെയ്തത് 12 വോൾട്ടിൻ്റെ പ്ലസ്സിൽ ബാറ്ററിയുടെ പ്ലസ്സിനെയാണ് കണക്ട് ചെയ്തത്. ഇപ്രാവശ്യം ചെയ്യുന്നത് 12 വോൾട്ടിൻ്റെ പ്ലസ്സിൽ ബാറ്ററിയുടെ മൈനസിനെയാണ് കണക്ട് ചെയ്യുന്നത്, നെഗറ്റീവിനെ കണക്ട് ചെയ്തു. ഇനി ഈ റെഡ് പ്രോബ് എടുത്തിട്ട് എന്ത് ചെയ്തു, ബാറ്ററിയുടെ പ്ലസ്സിൽ കൊടുത്തു. ഇവിടെ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാം, 13.7 വോൾട്ട്. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടി. ഇപ്പോൾ വരുന്നത് 2 പവർ സപ്ലൈകൾ സീരീസ് ആയിട്ട് വെച്ചതുപോലെയാണ്. ഇതിൻ്റെ പോസിറ്റീവിൽ ഇതിൻ്റെ നെഗറ്റീവ്, അടുത്ത പോസിറ്റീവ് ഇവിടെ ഔട്ട്, അങ്ങനെ സീരീസ് ആയിട്ട് കൊടുത്തതുപോലെ ആയില്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ വരുന്നത്. ഇവിടെ പ്ലസ് ഇങ്ങനെ വന്നു, പ്ലസ് മൈനസിലേക്ക്, പിന്നെ അടുത്ത പ്ലസ് ഔട്ടായിട്ട്. അപ്പോൾ ഇത് സീരീസ് ആയി കൊടുത്ത പോലെയാണ്. സീരീസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഈ വരുന്ന ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് ഇവിടെ വരുന്ന വോൾട്ടേജ് അതാണ്. ഇപ്പോൾ ഇവിടെ 220 വോൾട്ട് വരികയാണെങ്കിൽ ഇവിടെ 20 വോൾട്ടും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 240 വോൾട്ട് ആയിരിക്കും. സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കിട്ടി. അപ്പോൾ വോൾട്ടേജിന് സ്റ്റെപ്പ് അപ്പും ഡൗണും ചെയ്യുന്നത് ഈ വൈൻഡിങ്ങിനെ മാറ്റിയിട്ടാണ്. ഈ വരുന്ന കണക്ഷൻ ഈ ഫേസിനെ ഈ ഒരു വൈൻഡിങ് വഴി കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടിയിട്ടും ഈ ഒരു വൈൻഡിങ്ങിൽ വഴിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് അപ്പുമായി സ്റ്റെപ്പ് ഡൗണുമായി ഇങ്ങനെ 2 കാര്യങ്ങളെ നടത്തുന്നത് ഈ ഒരു ചെറിയ ഒരൊറ്റ വൈൻഡിങ്ങിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇതാണ് സ്റ്റെബിലൈസറിൻ്റെ ഉള്ളിൽ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ, കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ വോൾട്ടേജ് അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഫേസ് ആണ് കേട്ടോ. ഇത് ഇവിടുന്ന് നേരിട്ട് വരുന്ന ഫേസ്. ന്യൂട്രൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 2 വൈൻഡിങ്ങുകളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതെല്ലാം. ഇവിടെ ഈ വരച്ച് കാണിച്ചതെല്ലാം ഈ 2 വൈൻഡിങ്ങുകളാണ്, ഒരു യെല്ലോയും ഒരു ബ്ലൂവും. അപ്പൊ ഇനി ഞാൻ ഇവിടെ ഈ 2 വൈൻഡിങ്ങിലെ ഒരു വൈൻഡിങ്ങിന് ഇപ്പൊ ബ്ലൂവിനെ കൊണ്ടുപോയിട്ട് ഇതിൽ കൊടുക്കുകയാണ്. അതായത് നേരിട്ട് വരുന്ന ഫേസിലേക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് യെല്ലോയിൽ എത്ര വോൾട്ടേജ് ആണ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടൊന്ന് സോൾഡർ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഇതിവിടെ കണക്ട് ചെയ്തു. ഇതിവിടെ കണക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഇവിടെ എത്ര വോൾട്ട് വരുന്നുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് പ്രോബിനെ ഇവിടെ ഇതിന്റെ പ്ലഗിൽ ഇവിടെ നെഗറ്റീവ് ഉണ്ടല്ലോ, കോമൺ നെഗറ്റീവ്, അതിൽ കൊണ്ടുപോയിട്ട് ഉറപ്പിച്ചു വെച്ചു. ഇനി ഇവിടെ പോസിറ്റീവ് പ്രോബ് കൊണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. പോസിറ്റീവ് പ്രോബ് കൊണ്ട് ആദ്യം ഞാൻ ഇവിടെ ഡയറക്റ്റ് വരുന്ന AC എത്ര നോക്കാം. AC ഇവിടെ 211 വോൾട്ട് ആണ് വരുന്നത്. ആ 211 ആണ് ഇവിടുന്ന് ഈ കോയിൽ വഴി ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. അത് കോയിൽ വഴി ഉള്ളിലോട്ട് പോയി. ഇനി തിരിച്ച് ഇതിലേക്ക് എത്രയാ വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതിലേക്കുള്ള വോൾട്ടേജിനെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ന്യൂട്രലിന്റെ വയർ ഇവിടുന്ന് ലൂസ് ആയതുകൊണ്ടാണ് 226 വോൾട്ടേജ്, ആൾമോസ്റ്റ് 230 തന്നെ ഉണ്ട് അവിടെ. 230 ഇവിടെ വന്നത് ആകെ അതിനേക്കാൾ വളരെ കുറഞ്ഞ വോൾട്ടേജ് 213 ആയിരുന്നു. അതിന് ഇതിലേക്ക് അപ്പ് ചെയ്ത് കിട്ടി. അപ്പൊ ഇവിടെ ഈ ബ്ലൂ വഴി കറണ്ട് ഒഴുകി തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റെപ്പ് അപ്പായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി കൊടുത്തു നോക്കാം.
ബ്ലൂവിന് പകരം അവിടേക്ക് യെല്ലോനെ കൊടുക്കുക, ബ്ലൂവിനെ ഇപ്പുറത്തേക്കും തിരിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിനെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് ഒന്ന് വയർ മാറ്റി കൊടുക്കുക. അതൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇവിടെ ചെക്ക് ആണ് ചെയ്യേണ്ടത്. കാരണം നേരിട്ട് 230 വോൾട്ട് അല്ലേ, അവിടെ കൊണ്ടുപോയിട്ട് സോൾഡറിംഗ് ആണെന്ന് ഡയറക്റ്റ് വെച്ച് കൊടുക്കരുത്. ഇവിടേക്ക് ഇതിനൊന്ന് മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ഇവിടേക്ക് യെല്ലോ വയർ ആക്കി. അപ്പൊ ഇനി ഇവിടെ യെല്ലോ വയർ വഴി ആ സപ്ലൈ കടന്ന് തിരിച്ച് ഈ ബ്ലൂ വയർ വഴി പുറത്തേക്ക് പോരുന്ന ഒരു കണ്ടീഷനിലാണ് ഇനി ഉണ്ടാവുക. അപ്പൊ ഇനി ഇതിനൊന്ന് പ്ലഗ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടുത്തെ AC വോൾട്ടേജിന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. AC വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത് ഇവിടെ ന്യൂട്രലിന്റെ പിന്നൊക്കെ കറക്റ്റ് ആയിട്ട് നിന്നിട്ടില്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. 216 വോൾട്ട് ഉണ്ട് AC. ഇപ്പൊ ഇവിടെ ഔട്ട്പുട്ടിൽ വരുന്ന ഈ വയറിൽ വരുന്ന AC എത്രയാണ് നോക്കാം. 197 വോൾട്ട്. 216 വന്നിട്ട് ഔട്ടിൽ ഇവിടെ കിട്ടുന്ന 196 വോൾട്ടുകൾ. അപ്പൊ ഇതിൽ സ്റ്റെപ്പ് ഡൗൺ ആയി. അപ്പൊ ഇതുവഴി ഇങ്ങനെ കറണ്ട് പോരുകയാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആയി. നമ്മൾ ആകെ ചെയ്തത് ഈ 2 വയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത്തരത്തിലാണ് ഒരു സ്റ്റെബിലൈസറിൽ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും പ്രോസസ്സുകൾ നടത്തുന്നത്. അപ്പൊ ഇത് ഇവിടെ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് റിലേകൾ ഉണ്ട്. ഈ റിലേകളുടെ സഹായത്തോടെയാണ് പ്രോസസ്സ് നടത്തുന്നത്. ഈ റിലേകൾ വഴി അതിനെ സ്വിച്ച് ചെയ്യിപ്പിക്കും. ഓണാക്കലും ഓഫാക്കലും ഒക്കെ, അത് ഏത് വൈൻഡിംഗ് എന്നുള്ള കണക്ഷൻ വരണം ഔട്ടിലേക്ക് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇവിടെയുള്ള ഈ റിലേകൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇതിന്റെ കൂടെ വേറെ കുറച്ച് സർക്യൂട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ ICയും അതുപോലെ തന്നെ 3 പ്രീസെറ്റുകളും ഒക്കെ കൊടുത്ത കണക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ അവിടെ ഉപയോഗിക്കുന്നത് ഇതിൽ ടൈം ഡിലേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ സ്റ്റെബിലൈസറിൽ. അപ്പൊ ടൈം ഡിലേക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ആകുമ്പോൾ അതിനെ സെൻസ് ചെയ്തിട്ട് ഇവിടെ റിലേനെ ചേഞ്ച് ചെയ്യണം. ലോ വോൾട്ടേജ് ആകുമ്പോൾ അതിനെ സെൻസ് ചെയ്തിട്ട് റിലേനെ ചേഞ്ച് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഈ സർക്യൂട്ടിൽ ബാക്കി നടക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ യൂട്യൂബിൽ ഇടുന്നില്ല. ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗം. യൂട്യൂബിൽ ഇടാത്തത് ഒന്നുകൊണ്ടല്ല, ഓൺലൈൻ ക്ലാസ്സിന് ഫീസ് അടിച്ചൊരു കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എന്തായാലും നമ്മൾ നല്ല കണ്ടന്റ് തന്നെ കൊടുക്കണമല്ലോ. അപ്പൊ അതിൽ ഇത്രയും ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഈ ഒരു ഭാഗം എന്തായാലും ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കണ്ടെത്താനും കുറച്ചുകൂടെ കഴിയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.